സാധാരണ 5.1 സ്പീക്കേഴ്സിൻ്റെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് മതിയോ സാധാരണ 5.2 ആംപ്ലിഫയറിന് പലരും മെസ്സേജ് ചെയ്യുന്നു. അതേപോലെ മറ്റൊരു മെസ്സേജാണ് 5.2 7.2 എന്നീ ആംപ്ലിഫയറുകൾക്ക് എങ്ങനെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ഏത് കൊടുക്കും, എങ്ങനെ കൊടുക്കും, ആ ഒരു സംശയം. അപ്പോൾ ആ സംശയം വരാൻ കാരണം നിങ്ങളത് അന്വേഷിക്കാത്തതുകൊണ്ടാണ് എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. കാരണം സംഭവം കിട്ടാനുണ്ട്. നമുക്ക് 5.2 7.2 അതുപോലെ 5.4 ഇനി എക്സ്ട്രാ ഒരുപാട് സബ് കൊടുക്കുകയാണെങ്കിലും ഇനി അതല്ല നിങ്ങളെ ചാനൽസ് കൂടുതലുണ്ടെങ്കിലും അതിന് പറ്റിയ പ്രൊട്ടക്ഷൻ ബോർഡ് കിട്ടാനുണ്ട്. ഇത് ആ ടൈപ്പ് ഒരു പ്രൊട്ടക്ഷൻ ബോർഡാണ്. അപ്പോൾ ഇത് 5.2യുടെ പ്രൊട്ടക്ഷൻ ബോർഡാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് 7 റിലേ കാണാം. അപ്പോൾ 7 ചാനൽ, അതായത് 5.2 5 ചാനലും 2 സബ്ബൂഫറും. പക്ഷേ ഇതിൽ ഇത് കൂടാതെ കുറച്ച് ഫീച്ചേഴ്സും കൂടി ഉണ്ട്. വളരെ കാലം മുമ്പേ ഇറങ്ങിയ ബോർഡാണ്, പക്ഷേ അധികം പ്രചാരമായിട്ട് കണ്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആവശ്യം വരുന്നതുകൊണ്ടാണ് നമുക്കിതൊന്ന് പരിചയപ്പെടുത്താമെന്ന് വെച്ച്. പിന്നെ കൂടാതെയുള്ള ഫീച്ചേഴ്സ് ഇല്ലേ, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ആ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ്. ഇതിൻ്റെ കൂടെ നമുക്കിതുപോലെ ഒരു ടെമ്പറേച്ചർ സെൻസർ, അതുപോലെ അതിൻ്റെ കണക്റ്റേഴ്സും കിട്ടാനുണ്ട്. എക്സ്ട്രീം ആംസ് എന്നുള്ള ഒരു കമ്പനിയുടെ ആണ് ഈ 5.2 സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ്. അപ്പോൾ ഇതിനകത്തുള്ള സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഫാൻ സ്പീഡുണ്ട്, സ്പീഡ് കൺട്രോൾ. അതായത് ഫാൻ പെട്ടെന്ന് സ്റ്റാർട്ടാവാതെ നമുക്ക് ഹീറ്റ് ആകുമ്പോൾ മാത്രം സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഒരു സ്പീഡ് കൺട്രോൾ ഉണ്ടല്ലോ, അതായത് ഫാൻ കൺട്രോൾ, അത് ഈ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡിൽ ഇൻബിൽഡ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തെർമൽ സെൻസർ, അതായത് ടെമ്പറേച്ചർ സെൻസർ. അപ്പോൾ ഹീറ്റ് സിങ്ക് ചൂടാവുക, അതായത് നമ്മൾ ഔട്ട്പുട്ട് ബോർഡ് ഏതാണോ അത് ചൂടാവുന്നതനുസരിച്ചിട്ടാണ് നമ്മളവിടെ സെൻസ് ചെയ്തിട്ട് ഫാനിന് കറക്കുന്നതും. അതേപോലെ ആദ്യം ഇറങ്ങിയ മോഡലിൽ ഒരു ലിമിറ്റഡ് ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഈ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് ഓൺ ആവുകയും അതുപോലെ നമ്മളെ ആംപ്ലിഫയറിൽ നിന്ന് സ്പീക്കർ ഡിസ്കണക്റ്റ് ആവും. അതായത് ഓവർ ഹീറ്റ് ആകുമ്പോൾ പിന്നെയും ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടി ഡിസ്കണക്റ്റ് ആയിട്ട്, അതായത് സ്പീക്കർ ലൈനിലൂടെ ഒന്നും കേൾക്കില്ല. അതായത് നമ്മളെ ആമ്പ് കൂളായതിൻ്റെ ശേഷം രണ്ടാമത് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും. ആ രീതിയിൽ ഉള്ള ഒരു സേഫ്റ്റിയും കൂടി ഇതിലുണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല, ഇപ്പോൾ അതില്ലാതെയാണ് ഇത് കാണുന്നത്. അപ്പോൾ ഈ എഴുതിയ ഫംഗ്ഷൻസ് ഒക്കെ വർക്ക് ചെയ്യണ്ടോന്ന് അറിയണ്ടേ. അപ്പോൾ അതിന് നമ്മളിത് കണക്ട് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ കണക്ഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട്, ഒരു സെൻസർ, ഞാനൊരു ഹീറ്റ് സിം കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഹീറ്റ് ടെസ്റ്റ് ചെയ്യാനാണ്. പിന്നെ അതുപോലെ നമ്മൾ 12 വോൾട്ട് ബാറ്ററിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ DC കൊടുക്കാം, അതുപോലെ AC ഇൻപുട്ടും കൊടുക്കാം. അതായത് നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ ലൈൻ നേരിട്ട് കൊടുത്താൽ മതി. 12 വോൾട്ടിൻ്റെ 12 വോൾട്ട് 012 നേരിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ കണക്ട് ചെയ്തു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മളെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ഓഫായി. അതായത് നമ്മളെ സ്പീക്കറിലേക്ക് ആംപ്ലിഫയർ കണക്റ്റായി. അതാണ് നമ്മളെ ആ റെഡ് ഇൻഡിക്കേറ്ററിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മളെ ഫാൻ ഇവിടെ വളരെ സ്ലോലി കറങ്ങുന്നത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, വളരെ ചെറിയ കാറ്റാണുള്ളത്. അതായത് ഒരു അനങ്ങാനുള്ള ഒരു എയർ പോലും ഇല്ല, ജസ്റ്റ് ഒന്ന് കറങ്ങുന്നുണ്ട് എന്നേ ഉള്ളൂ. നമ്മൾ ഇനി ഇത് ഹീറ്റ് അനുസരിച്ചിട്ടാണ് ഇത് സ്പീഡ് കൂടുക. അതേപോലെ നമ്മളെ ആംപ്ലിഫയറിൽ ഓവർലോഡ് ആയാൽ, അതായത് നമ്മളെ സ്പീക്കർ ഓവർലോഡ് ഓംസ് തെറ്റിച്ചോ വാട്ട്സ് തെറ്റിച്ചോ കൊടുത്താൽ അത് ഓഫ് ആവും. അതിനനുസരിച്ചിട്ട് ആംപ്ലിഫയർ ഹീറ്റ് ആവും. അതായത് ഇത് ആംപ്ലിഫയറിന് ഹീറ്റ് സിങ് ആണെന്ന് വിചാരിക്കുക, ഇത് ഹീറ്റ് ആവുന്നു, നമ്മളെ പ്രൊട്ടക്ഷൻ ബോർഡ് ഓഫ് ആവും. അതായത് ഡിസ്കണക്ട് ചെയ്യും സ്പീക്കറിനെ, നമ്മളെ ഫാനിൻ്റെ സ്പീഡ് കൂടും. ആംപ്ലിഫയർ റിട്ടേൺ കൂളായതിൻ്റെ ശേഷം ഹീറ്റ് സിങ്ങിലുള്ള ഹീറ്റ് കുറഞ്ഞു കഴിയുമ്പോൾ വീണ്ടും സ്പീക്കർ കണക്റ്റ് ആവും. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഹീറ്റ് സിങ്ങിനെ ഒന്ന് ഹീറ്റാക്കാം. നമ്മളൊരു നിശ്ചിത ചൂട്, അതായത് ഈ ദൂരെ നിന്ന് നമുക്ക് ചൂടായി വരണം. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഔട്ട്പുട്ട് ഇവിടെയാണ് വെച്ചിട്ടുള്ളതെങ്കിൽ, അതായത് ട്രാൻസിസ്റ്റർ ആയാലും IC ആയാലും ഇവിടെയാണ് ഉള്ളതെങ്കിൽ ഹീറ്റ് സെൻസ് ചെയ്യാനുള്ള ഡിവൈസ് ഇത്രയും ദൂരത്തെങ്കിലും വെച്ചിരിക്കണം. ഇത്രയും ദൂരത്തെങ്കിലും ആയിരിക്കണം വെച്ചിരിക്കുന്നത്, അതായത് അതിൻ്റെ മുകളിലായിരിക്കരുത്. കാരണം അങ്ങനെയാണെങ്കിൽ അത് ഹീറ്റ് ആവുന്നതനുസരിച്ച് തന്നെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങും. നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കൂളിങ്ങിന് വേണ്ട രീതിയിലുള്ള ഹീറ്റ് സിങ്കാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൽ പരിധിയിലേറെ ഹീറ്റ് വരുമ്പോഴാണ് ശരിക്കും ഫാൻ ഫുൾ സ്പീഡ് കറങ്ങേണ്ടത്. അതുവരെ ഫുൾ സ്പീഡിൻ്റെ ആവശ്യമില്ല. നമുക്ക് വീഡിയോയിൽ അധികം ലെങ്ത് ആക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടെ അടുത്തേക്ക് വെക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ചൂട് കൂടി വരുന്നുണ്ട്, നമ്മളെ ഫാനിൻ്റെ സ്പീഡ് കൂടി വരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ 2 മിനിറ്റായി. സോൾഡറിങ്ങിൻ്റെ ചൂടാന്ന് ഓർക്കണം. ഓക്കെ, വളരെ നൈസായിട്ട് ഫാനിൻ്റെ സ്പീഡ് കൂടി വരുന്നുണ്ട്. ഓവർലോഡ് പ്രൊട്ടക്ഷൻ ശരിക്കും വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഹീറ്റ് സിങ്ക് അതിഭയങ്കരമായിട്ട് ചൂടാവും, നമ്മളെ ഡിസ്കണക്റ്റ് ആവും, അതായത് സ്പീക്കർ ഡിസ്കണക്റ്റ് ആവും. ഇപ്പോൾ സ്പീഡ് അല്പം കൂടിയിട്ടുണ്ട്, നോക്കിയേ കണ്ടോ. ഇപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഹീറ്റ് സിങ്ക് ചൂടായിട്ടുണ്ട്. അധികം നേരം തൊട്ട് പിടിക്കാൻ കഴിയുന്നില്ല. അതിനനുസരിച്ച് ഒരു ഹീറ്റാണ് ഇപ്പോൾ അതിനകത്ത് ഹീറ്റ് സിങ്കിലുള്ള. അതിനനുസരിച്ച് കാറ്റ് ഇവിടെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല കാറ്റായിട്ട് ഇപ്പോൾ വരുന്നുണ്ട് കണ്ടോ. ഇത് നല്ല പാറുന്നുണ്ട്. സോറി, ഇവിടെ കാണിക്കാൻ പറ്റുന്നില്ല കണ്ടോ. നമുക്ക് ആ ഫാനിൻ്റെ സൗണ്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പം ഇനി കൂളായി വരുന്നുണ്ടോ എന്ന് നോക്കാം. നമ്മളിപ്പോൾ കൂളായി വരുമല്ലോ, നമ്മൾ ഫാൻ ഇതിൻ്റെ നേരെ തിരിച്ചു വെച്ചാൽ പെട്ടെന്ന് കൂളാവും. ഇപ്പോൾ സ്പീഡ് വീണ്ടും ഫാനിൻ്റെത് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ ഒരൊറ്റ പിടിക്ക് 3-4 പക്ഷി എന്ന് പറയുന്ന പോലെ സ്പീക്കർ പ്രൊട്ടക്ഷനുമായി, അതേപോലെ തെർമൽ സെൻസറുമായി, നമ്മളെ ഫാൻ സ്പീഡ് കൺട്രോളായി, എല്ലാമായി. ഇനി ഇത് ഓവർലോഡ് വന്ന് ഹീറ്റ് ഓവറായി കഴിഞ്ഞാൽ നമ്മളെ ആംപ്ലിഫയറിൻ്റെ
IC പോവുക അല്ലെങ്കിൽ സ്പീക്കർ പോവുകയാണ് സാധാരണ സംഭവിക്കുന്നത്. ഒരുവിധം സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് കൊടുത്തവർക്കൊക്കെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാം. അപ്പോൾ ആ സ്ഥാനത്ത് ഇത് നേരിട്ട് നമ്മൾ ഹീറ്റാക്കിയാൽ ഇതിപ്പോൾ ഒരു 60-80 ഡിഗ്രിയിൽ മേലേക്ക് ചൂടാകുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത് നോക്കാം. യെസ്, ഫാൻ സ്പീഡ് കൂടി, സ്പീക്കർ ഡിസ്കണക്റ്റായി. ഓക്കെ, ഫാൻ നല്ല സ്പീഡിലാണ് കറങ്ങുന്നത്. LED ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഓവർ ഹീറ്റിൻ്റെ സെൻസിങ് ആണത്. അപ്പോൾ നമ്മൾ ആംപ്ലിഫയർ ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ആ രീതിയിലാണ് ഇത് ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ചൂട് കുറഞ്ഞു, നമ്മളെ സ്പീക്കർ വീണ്ടും കണക്റ്റായി, ഫാൻ നോർമൽ സ്പീഡിലേക്ക് പോയി. സൂപ്പർ സാധനമല്ലേ. അപ്പോൾ നമ്മൾ വീഡിയോ തുടങ്ങിയപ്പോൾ നമ്മൾ 5.2, 7.2 ഒക്കെ കണക്ട് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് ഇതിനകത്ത് എന്താ ബന്ധം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ EXT എന്ന് കാണാം, കണ്ടോ? EXT എന്ന് പറയുന്നത് എക്സ്ട്രാ അല്ലെങ്കിൽ എക്സ്റ്റേണൽ റിലേസ് കണക്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്കിപ്പോൾ എക്സ്ട്രാ ഒരു 2 റിലേ അല്ലെങ്കിൽ 1 റിലേ 2 റിലേയോ എക്സ്ട്രാ കണക്ട് ചെയ്യാം. ഇപ്പോൾ 5.2 എന്ന് പറയുമ്പോൾ 5.2 2 സബ്വൂഫറായി. അതിൻ്റെ കൂടെ ഇനിയും വേണമെങ്കിൽ നമുക്ക് സബ്വൂഫേഴ്സ് കണക്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ എക്സ്ട്രാ കൂടുതൽ ചാനൽസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്, അതിന് സെപ്പറേറ്റ് പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബൈആംബിയം ഒക്കെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടും ഇതിലൂടെ കണക്ട് ചെയ്തിട്ട് നമുക്ക് എക്സ്ട്രാ ഇവിടെ കൊടുക്കുന്ന റിലേ അതിലൂടെ നമുക്ക് അതിനെയും കൺട്രോൾ ചെയ്യാം. അതായത് അതിനെയും ഡിസ്കണക്ട് ചെയ്യാം, വീണ്ടും കണക്ട് ചെയ്യാം. അതായത് അതും സേഫാക്കി നിർത്താം ഈ ഒരൊറ്റ ബോർഡിലൂടെ. അപ്പം ഈ കാണുന്ന EXT എന്നുള്ള എക്സ്റ്റേണൽ കണക്ഷനിലൂടെയാണ് നമുക്ക് ആ എക്സ്ട്രാ റിലേസ് കണക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അത് 5.2, 5.3, 5.4 അങ്ങനെ നോക്കുമ്പോൾ ഇനി 7.1 ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ ബോർഡ് കിട്ടാനില്ലെങ്കിൽ ഇതിനകത്ത് 7 ചാനൽസ് ഉണ്ട്. ഇതിനകത്ത് ഈ 7 ചാനൽസിനോട് ഒരു റിലേയോടെ ആഡ് ചെയ്താൽ 7.1 ആയി, 2 റിലേ ആഡ് ചെയ്താൽ 7.2 ആയി. അതേപോലെ തന്നെയാണ് ആദ്യം പറഞ്ഞത് 5.1 പകരം ഇപ്പോൾ 5.2 ഇതിൽ ഉപയോഗിക്കാം. നമ്മളതിൽ 5.1 ഉള്ളൂ എങ്കിൽ നമുക്ക് ഈ ബോർഡിൻ്റെ ആവശ്യമില്ല. പക്ഷേ നിങ്ങൾക്ക് ഇത്രയും ഫീച്ചേഴ്സ് ഇതിൽ ഉപയോഗിക്കേണ്ട ആവശ്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബോർഡ് ഒരു ആവശ്യമായിരിക്കും, നല്ല സൗകര്യമായിരിക്കും. അതേസമയം നമുക്ക് എക്സ്ട്രാ ഇതുപോലെ 7.2, 7.4, 5.4 ഒക്കെ കണക്ട് ചെയ്യാൻ നമുക്ക് ഈ ബോർഡ് ഉപയോഗിക്കാം. എന്തിനാ 5.4 പക്ഷേ 5.4 അല്ല, 5.5 വരെ ഉപയോഗിക്കുന്ന ടീമിനെ എനിക്കറിയാം. അതുകൊണ്ടാണ് അതിലൊന്നും വലിയ കൗതുകമില്ല. എത്രയോ സബ് ഇട്ടിട്ടും മതിയാവാത്ത ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ എക്സ്ട്രീം ആംബ് എന്നുള്ള ഈ ബ്രാൻഡിൻ്റെ സാധനം വളരെ ബെസ്റ്റാണ്. ഞാൻ ഒരുപാട് പ്രൊട്ടക്ഷൻ ബോർഡുകൾ ഉപയോഗിച്ചിട്ട് നാണം കെട്ടിയിരിക്കുന്ന ഒരാളാണ്. ഒരുവിധം നല്ല പ്രൊട്ടക്ഷൻ ബോർഡ് ആകെ 1-2 കണ്ടുള്ളൂ. അത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. നാട്ടിൽ കിട്ടിയത് ചിലത് നല്ല സേഫാണ്. 2.1 ഒക്കെ നല്ല സൂപ്പർ സാധനമാണ്. പക്ഷേ 5.1 ഈ ഒരു സൗകര്യത്തിൽ ഇത്രയും സൗകര്യത്തോടു കൂടി നമുക്ക് ആ വയറിങ് എല്ലാ ചൊറകളും ഒരൊറ്റ നിലൂടെ കൈകാര്യം ചെയ്യാറുണ്ട്. വളരെ സിമ്പിളാണ്. ആംപ്ലിഫയറിൻ്റെ ഉള്ളിൽ ഒരുപാട് വർക്ക് നമുക്ക് കുറയും, കൂടുതൽ സേഫ്റ്റി ആവും. ഇതിനകത്തിപ്പോൾ കണ്ട ഫീച്ചേഴ്സ് കണ്ടില്ലേ. അപ്പോൾ അത് എല്ലാം സൗകര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ ഓൺലൈൻ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാനത് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വാങ്ങാനാണെങ്കിൽ വാട്സപ്പ് നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.